വാക്കിൻ്റെ സ്പെല്ലിങ് ചൈന എന്നുള്ളത് അത് നമ്മൾ ഇംഗ്ലീഷുകാർ തന്നെ തെറ്റിദ്ധരിച്ചു അങ്ങനെ ചൈന എന്നായത്. ഇംഗ്ലീഷിൻ്റെ ഉച്ചാരണം സ്പെല്ലിങ്ങും തമ്മിലുള്ള പൊരുത്തക്കുറവുകൊണ്ട് ഇംഗ്ലീഷ് ഭാഷയിൽ തന്നെ ധാരാളം മാറ്റങ്ങളുണ്ടായി. തേയിലയിലെ തേ എന്നുള്ള വാക്കിൻ്റെ സ്പെല്ലിങ്ങാണ് TEA, അതാണ് നമ്മൾ ടി എന്ന് വെച്ചിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ മലയാളത്തിൽ ടി എന്നാക്കും. ടാന്നുള്ള ഉച്ചാരണം തന്നെ ഇംഗ്ലീഷിലില്ല, ടകാരമില്ല, മൂർധന്യം തീരെയില്ല, ടവർഗം തീരെ ഇല്ലെങ്കിലും നമ്മൾ ധാരാളം ടവർഗം അതിലേക്ക് പ്രക്ഷേപിക്കും. അങ്ങനെയാണ് ടി. അതേമാതിരി മറ്റൊരു വെറൈറ്റി ഓഫ് ചൈനീസിലുള്ള വാക്കാണ് തേ എന്നുള്ളത് കൂടാതെ വേറൊരു വാക്കാണ് ച. അതിൽ നിന്നാണ് നമ്മുടെ ചായ. അങ്ങനെയാണ് രണ്ടിടത്തുനിന്നും വന്നു, കാൻറ്റനീസിൽ നിന്നും വന്നു, മാൻഡറിനിൽ നിന്നും വന്നു ഇന്ത്യയിലേക്ക് ചായ. രണ്ട് ഭാഷ സംസാരിക്കുന്ന പ്രദേശങ്ങളിൽ നിന്ന് വന്നു. വാസ്തവത്തിൽ ചൈന ഭാഷ എന്നൊരു ഭാഷയല്ല, അനവധി ഭാഷകളാണ്. അതിൻ്റെ ലിപി വിന്യാസം ഒരേ തരത്തിലായതുകൊണ്ട് അതിന് കാരണങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട എന്താണെന്ന് വെച്ചാൽ അവർ വാക്കാണ് എഴുതുന്നത്, അല്ലാണ്ട് വർണ്ണങ്ങൾ എഴുതാനുള്ള വിഫലശ്രമം നടത്തുകയല്ല ചെയ്യുന്നത്. വാക്ക് എഴുതുകൊണ്ട് 1000 ലിപിയൊക്കെ മാൻഡറിനൊക്കെ പഠിക്കണമെങ്കിൽ 1000 ലിപി പഠിക്കണം. ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് നമ്മൾ വെറുതെ തെറ്റിദ്ധരിക്കുക. അത് ആ ഭാഷയുടെ പ്രതിനിധാനത്തിന് തീർച്ചയായിട്ടും മോശമല്ല, ഗുണമാണ് എന്നുള്ളതുകൊണ്ടാണ് ഇത്രയും 1000 കൊല്ലങ്ങളായിട്ട് അത് നിലനിന്ന് പോകുന്നത്. നമുക്കുണ്ട് വാക്കുകൾ എഴുതുന്ന ഏർപ്പാടുണ്ട്, അക്കങ്ങൾ എഴുതുന്ന വാക്കുകൾ എഴുതുന്ന ഏർപ്പാടാണ്. പക്ഷേ അക്കങ്ങൾ എഴുതുമ്പോൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ 0 മുതൽ 9 വരെയുള്ള അക്കങ്ങളുണ്ട്, നമുക്ക് എല്ലാ അക്കങ്ങളും എഴുതാം എന്നൊരു ഗ്രാമർ നമ്മൾ അതിലുണ്ടാക്കി. ആ വ്യാകരണം ഉണ്ടാക്കിയ ജീവികളുടെ പേരാണ് ഇന്ത്യക്കാർ. പൂജ്യം കണ്ടുപിടിച്ചു എന്നുള്ളത് മാത്രമല്ല, ഹോമോ ഗ്രമാറ്റിക്കസ് ആണ് ഇന്ത്യക്കാർ. വ്യാകരണം ഉണ്ടാക്കിയ ആൾക്കാരാണ്, ചെറിയ ആളൊന്നുമല്ല. ഗണിതം ഉണ്ടാക്കിയവരാണ്, അടിസ്ഥാന വിദ്യ ഉണ്ടാക്കിയവരാണ്. കേരളത്തിൻ്റെ തനതായ സംഭാവനകളുണ്ട് ഗണിതത്തിന്. അതിനെപ്പറ്റിയൊക്കെ എത്രയോ കാലം മുൻപുള്ള പഠനങ്ങളുണ്ടായിട്ടുണ്ട്. അത് പാഴ്വാക്കാണ് എന്ന് നമ്മൾ വെറുതെ ദുരഭിമാനം കാണിക്കുകയാണെന്ന് പറയുന്നത് ഇപ്പോൾ ഫാഷനായിരിക്കുന്നു. അഭിമാനമൊന്നും വേണ്ട, പക്ഷെ വസ്തുതകളാണ്. ഗണിതത്തിന് വലിയൊരു സംഭാവന നടത്തിയുള്ള ആൾക്കാരാണ്. നമ്മുടെ ചങ്ങമ്പുഴ എഴുതിയത് കൊല്ലുന്നതെന്നാണ് എൻ്റെ മനസ്സിൽ ഓർമ്മ. ഞാൻ എടുത്ത് നോക്കുമ്പോഴാണ് ചാവുന്ന ബയോളജി ക്ലാസ്സുകളിലേ ഉള്ളൂ എന്ന് മനസ്സിലായത്. ഗൗതമിനെ പോലെയുള്ള ആളുകളെ ക്ലാസ് എടുക്കുമ്പോഴേ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിരുന്നെന്ന് ആലോചിക്കാൻ പറ്റും. അതങ്ങനെ പറയും. കാരണം എന്ന് വെച്ചാൽ ഇത് തന്നെയാണ് എല്ലായിടത്തും ഈ വിഷയത്തെക്കുറിച്ചുള്ള മനോഭാവം. ഇൻഫാക്ട് നോ ഡിസിപ്ലിൻ ഇൻ ടുഡേയ്സ് യൂണിവേഴ്സിറ്റി. ഷെൽഡൻ ബോളൊക്കെ എഴുതുക. No discipline in today's university is more misunderstood, disdained and threatened. അങ്ങനെയാണ് ഫിലോളജിയുടെ സ്ഥിതി. അതുകൊണ്ട് ലോകത്തെല്ലായിടത്തും ഇതിന് ക്ഷതം സംഭവിക്കുന്നു. അങ്ങനെ ക്ഷതം സംഭവിക്കാൻ വിട്ടുകൊടുക്കേണ്ട ഒരു വിഷയമല്ല എന്നാണ്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ചരിത്രബോധത്തിൻ്റെ ഭാഗവും കൂടിയാണ്, ഭാഷാചരിത്രബോധത്തിൻ്റെ ഭാഗവും കൂടിയാണ്. നമുക്ക് തെറ്റായ ചരിത്രം അല്ലെങ്കിൽ ചരിത്രബോധമില്ലായ്മ കൊണ്ട് ധാരാളം തെറ്റായ ചരിത്രം വരും. ആ തെറ്റായ ചരിത്രത്തിന് ധാരാളം പ്രചാരവും പല കാരണങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ഗണിതയുക്തി ഭാഷയെപ്പറ്റി സംസാരിക്കുന്നു എന്നിരിക്കട്ടെ. ഗണിതയുക്തി ഭാഷ എന്ന സംഗതി അത് വേദഗണിതമാണല്ലേ ഒരാൾ എന്നോട് ചോദിക്കും, ഉടൻ ചോദിക്കും. കാരണം വേദഗണിതത്തിനപ്പുറം ഒരു ഗണിതം ഇല്ല എന്നാണ് സംഗതി. വേദഗണിതം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആ പേരിൽ വന്ന പുസ്തകം നമുക്കറിയാലോ ഒന്നുമില്ല എന്നുള്ളത്. പക്ഷേ അത് തുച്ഛമായ ഗണിതമാണ്. അതിനപ്പുറമുള്ള ഗണിതം കേരളത്തിൽ തന്നെ ഉണ്ടായിരുന്നു. ഈ പൈത്തഗോറസ് തിയറമോ അപ്പൊളോണിയസ് തിയറമോ ഒക്കെ തുച്ഛമായിട്ട് ഇന്നാ കിടക്കട്ടെ എന്ന് പറഞ്ഞാൽ 4-5 പ്രൂഫൊക്കെ കൊടുക്കാൻ മടിയില്ലാത്ത ആൾക്കാരാണ് നമ്മുടെ ആൾക്കാർ. 1530 എഴുതിയ കൃതികളിൽ പോലും, അത്ര പഴക്കമുള്ള കൃതികളിൽ പോലും പച്ച മലയാളത്തിൽ ന്യൂട്ടന് 150 കൊല്ലം മുമ്പ് ഒരു മലയാളി എഴുതുകയാണ്, ആകാശമധ്യത്തിങ്കൽ അന്യാശ്രയം എന്നീ ഉരുണ്ടു നിൽപ്പോന്ന് ഭൂമി, അതിങ്കൽ കനമുള്ള വസ്തുക്കൾ വീഴുമാറുണ്ട്. ന്യൂട്ടൻ്റെ കണ്ടുപിടുത്തത്തിന് വിലയില്ലായൊന്നുമില്ല. ന്യൂട്ടൻ അതിനെ തിയറൈസ് ചെയ്തു, അതിന് തെളിവ് കൊടുത്തു, അതിൻ്റെ പേര് കൊടുത്തു, അതിൻ്റെ ഫോർമുല കൊടുത്തു. അത് പ്രധാനമാണ്. അതേപോലെ പ്രധാനമാണ് ന്യൂട്ടൻ ഒരു 100 കൊല്ലം 150 കൊല്ലം മുൻപ് ഇത് പച്ച മലയാളത്തിൽ എഴുതി വച്ചിരിക്കുന്നു എന്നുള്ളത്. ഇത് കണ്ടിട്ടുണ്ട്, ഉള്ളൂർ കണ്ടിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് ഇത് കോട്ട് ചെയ്തിട്ടുമുണ്ട്. പക്ഷെ ഇതിൻ്റെ ചരിത്രപരമായ പ്രാധാന്യം മനസ്സിലാക്കിയിട്ടില്ല. ഇങ്ങനെ ഓരോന്നിനെയും ചരിത്രപരമായ പ്രാധാന്യത്തിൻ്റെ ഓരോ ഭാഗത്തേക്ക് നിർത്താൻ സാധിച്ചില്ലെങ്കിൽ നമുക്ക് ധാരാളം തെറ്റിദ്ധാരണകളുണ്ടാകും, ധാരാളം അബദ്ധധാരണകളുണ്ടാകും. കാരണം ചരിത്രവും കൂടി നമ്മുടെ വിഷയമാണ്. ചരിത്രം കൂടി തിന്നിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്.
ചരിത്രം തിന്ന് ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം തെറ്റായ ചരിത്രം തിന്നാൻ ഇടവരുത്താതിരിക്കുക എന്നുള്ളത് ശരിയായ ചരിത്രത്തെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ കൊണ്ട് ചെയ്യേണ്ടതാണ്.